ചില ആളുകൾ പറയും മുത്തനബി എങ്ങാനും മിഅ്റാജിന് അള്ളാനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ പഴച്ചവനാണെന്ന്. അങ്ങനെ പറയാൻ പാടില്ല. ഈ ഉമ്മത്തിൽ ആ വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ട്. സ്വഹാബാക്കളുടെ ഇടയിലും രണ്ടഭിപ്രായമുണ്ട്. ഉള്ളായിട്ട് പറയണല്ലോ, എന്തിനായി മറച്ചു പറയണം? സ്വഹാബാക്കളുടെ ഇടയിലും രണ്ടഭിപ്രായമുണ്ട്. പക്ഷെ ആ വിഷയത്തിൽ ഞാനടക്കം, എന്നെ പോലെ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ, പ്രഭാഷകന്മാർ, ആലിമീങ്ങളൊക്കെ ഒരു പക്ഷത്തിന്റെ കൂടെയാണ്. ഏതാണ് പക്ഷം? അള്ളാനെ കണ്ടു എന്ന പക്ഷമാണ്. എനിക്കെന്താണോ അതിന്റെ കൂടെ കൂടാനാ താല്പര്യം. എന്താ ചെയ്യുന്നത്? അപ്പൊ ഞാൻ അങ്ങനെ അർത്ഥം വെക്കുക. എന്നാ ഒരാള് പറയാണ് മിഅ്റാജിനൊന്നും റസൂലുള്ള അള്ളാനെ കണ്ടിട്ടില്ല എന്നോ നരകത്തിലാന്ന് ഞാൻ പറയില്ല. കാരണം ഈ ഉമ്മത്തിൽ വലിയ ആലിമീങ്ങൾക്ക് അഭിപ്രായമുണ്ട്. നമ്മൾ എന്തിനാ തള്ളണ്? പക്ഷെ എപ്പോഴും ഹബീബ നബിയുടെ ഖദർ വൽപ്പാക്കാൻ പറ്റുന്ന, ആ മഹത്വം വിശാലാക്കാൻ പറ്റുന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ കൂടുതലാണ് എന്റെ താല്പര്യം എന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ അർത്ഥം വെക്കാം. വലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. അതിന് രണ്ടർത്ഥം വെക്കുന്ന ആളുകളുണ്ട്. ആളുകൾ തന്നെ നമ്മൾ ഇക്കാലത്തല്ല, പഴയ മുഫസ്സിരീങ്ങൾ തന്നെ. ഈ സ്ഥലത്ത് അടുത്ത കാലത്ത് വഫാത്തായ ഷാറാവി എന്ന പണ്ഡിതൻ, വലിയ പണ്ഡിതനാണ്, അടുത്ത കാലത്ത് വഫാത്തായിട്ടുള്ളൂ. അദ്ദേഹം ഈ സ്ഥലത്ത് എഴുതിയ വാക്ക് ഞാൻ അപ്പോഴും ഓർക്കാണ്. മുഫസ്സിരീങ്ങളിൽ പല ആളുകളും പറഞ്ഞ വിഷയത്തിനോട് എതിരാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്നാണ്. മുഫസ്സിരീങ്ങളിൽ തന്നെ ചില ആളുകൾക്കൊക്കെ അഭിപ്രായമുണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാനെ കണ്ടിട്ടില്ല എന്ന്. ചില ആളുകൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. അത് അവരുടെ കാര്യമായി. അങ്ങനെയുള്ള ആളുകൾ അർത്ഥം വെക്കും വലഖദ് റആ, മുസ്തഫ നബി കണ്ടു, മിൻ ആയാതി റബ്ബിഹി, റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, അൽ കുബ്ര, വലിയ വലിയ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കണ്ടു എന്നർത്ഥം വെക്കും. അപ്പൊ അൽ കുബ്ര എന്നുള്ളത് ആയാത്ത് എന്നതിന് സിഫത്ത് എന്ന് പറയും ഗ്രാമറിൽ. എന്നാൽ നമ്മൾ അർത്ഥം വെക്കുന്നത് അവരുടെ അർത്ഥം നിഷേധിക്കുകയോ ചെറുതാക്കുകയോ പഴച്ചാണെന്ന് പറയുകയോ അങ്ങനെ വെച്ചാൽ ഇസ്ലാമിന്റെ ഗ്രൗണ്ടിൽ നിന്ന് വിളിക്കായോ എന്നൊന്നും പറയില്ല. പക്ഷേ ഹബീബരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഖദർ എപ്പോഴും മഹത്വപ്പെടുത്തുന്ന വീക്ഷണം ഉണ്ടെങ്കിൽ അവിടെയാണ് പ്രഭാഷണം ഒതുക്കേണ്ടത് എന്നൊരു വാശി എനിക്ക് നേരത്തെ ഉള്ളത് കൊണ്ട് വലഖദ് റആ, മുസ്തഫ നബി കണ്ടു, മിൻ ആയാതി റബ്ബിഹി, ഹബീബായ നബിയുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് കണ്ടു, അൽ കുബ്ര, ഏറ്റവും വലിയ ദൃഷ്ടാന്തം കണ്ടു. ഏതാണത്? ലിഖാഉല്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ്. വെറും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു എന്ന് മാത്രം പറഞ്ഞ് അവിടെ ഒതുക്കിയാല് ഒരു രസം കിട്ടുന്നില്ല. കാരണം ജിബ്രീൽ അലൈഹി ഇസ്ലാം എപ്പോഴും ഹബീബിന്റെ കൂടെ ഉള്ള ആളല്ലേ. പിന്നെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ കണ്ടു, അതുകൊണ്ടാണ് അത് വേറെ പറയണമെന്നൊക്കെ പറയാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ ഹബീബ നബി കണ്ടു. അതുകൊണ്ടല്ലോ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് അള്ളാഹു തആല തിരിച്ച് മൂസ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത് എന്താണ്? ലൻ തറാനി എന്നാണ് പറഞ്ഞത്. ഭാഷ ശ്രദ്ധിച്ച അത്ഭുതമാണ്. ലൻ തറാനി. നമ്മള് ഭാഷന്റെ അവിടുന്ന് ശ്രദ്ധിച്ചു കൊടുക്കും. ലൻ തറാനി, ഞാൻ തീരെ കാണപ്പെടുകയില്ല എന്നുള്ളതിന് ലൻ ഉറാന്നാ പറയാ. മൂസ അലൈഹിസ്സലാം, എന്നെ കാണാൻ നിങ്ങൾ ചോദിക്കണ്ട. ലൻ ഉറ, ഞാൻ കാണപ്പെടുന്ന ആളല്ല, അതുകൊണ്ട് എന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല പറഞ്ഞത്. ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. എന്നെ കാണാൻ കഴിയുന്ന ഒരാൾ പിന്നെ വരുന്നുണ്ട്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ആ ഇന്നഹു എന്നുള്ളത് അല്ലാഹുവിലേക്ക് മടക്കിയ പണ്ഡിതന്മാരുണ്ട്, മുസ്തഫ നബിയിലേക്ക് മടക്കിയ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഇന്നഹു, നിശ്ചയം മുത്തനബി, ഹുവ, ആ മുത്തനബിയാണ്, അസ്സമീഉ, എന്തും കേൾക്കാൻ കഴിയുന്ന ആള്, അൽ ബസീറു, എന്തും കാണാൻ കഴിയുന്ന ആള്. കാരണം അതിന് അള്ളാഹു കഴിവ് കൊടുത്തത് മുത്തനബിക്കാണ്, മറ്റു അമ്പിയാക്കൾക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ലൻ തറാനി, നിങ്ങൾ എന്നെ കാണൂല. ആരോട് പറഞ്ഞു? മൂസാ നബിനോട് പറഞ്ഞു. കാണാൻ പറ്റുന്ന ഒരാൾ പിന്നെ വരുന്നുണ്ട്, അത് മുഹമ്മദ് മുസ്തഫ. ആ യാത്രകൾ നോക്കി ജിബ്രീൽ അലൈഹി ഇസ്ലാം കൂടെ തന്നെ ഉണ്ട്. ഏറ്റവും അപകടകരമായ സ്ഥലത്തെത്തിയപ്പോ ജിബ്രീൽ പിന്നോട്ട് വലിഞ്ഞു.
കൂടെയുള്ള ഗൈഡ് ഒരു സ്ഥലത്തെത്തി ഇപ്പൊ പിന്നോട്ട് വലിഞ്ഞു. അപ്പൊ ഹബീബ നബി ആരപ്പത്? പ്രകാശത്താൽ മാത്രം സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും പവറുള്ള ഏറ്റവും ശക്തനാണ് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. മലക്കുൽ മൗത്തിനെ പോലും ജിബ്രീൽ ഇസ്ലാമിന്റെ പേരിന് ശേഷമാണ് ഉമ്മത്ത് പറയാ. ജിബ്രീൽ, അത് കഴിഞ്ഞിട്ട് മീകായിൽ, പിന്നെ ഇസ്രാഫീൽ, അസ്ര, ഇങ്ങനെയല്ലേ നമ്മൾ പറയാ. മലക്കുകളെ എണ്ണുന്ന സമയത്ത് ആ പട്ടികയിൽ ഒന്നാമത്തെ പേര് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലമഹു ഷദീദുൽ ഖുവാ എന്ന ജിബ്രീൽ ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. അല്ലമഹു ഷദീദുൽ ഖുവാ, അതിശക്തനായ ഒരാള്. ശക്തൻ അള്ളാണ് പറഞ്ഞത്. ആ ജിബ്രീൽ അലൈഹി ഇസ്ലാമേ ഒരു സ്ഥലത്തെത്തിയപ്പോ പറഞ്ഞു, ഇനി ഞാൻ ഒരടി അങ്ങോട്ട് വന്നാൽ എന്റെ അഡ്രസ് ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഈ മക്കാമ് തിരിയാതെ പോയാൽ ഹബീബിന് മനസ്സിലാവില്ല. മുഹമ്മദ് നബി മഹാനാണ്, ഇത് പറയാത്ത ആരാള്? ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ? വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടില്ലേ? ജവഹർലാൽ നെഹ്റുവിന് കട്ടിയുള്ളൊരു പുസ്തകമുണ്ട്, അതിൽ നിറയെ എഴുതിച്ചത് മുഹമ്മദ് നബി മഹാനാണെന്നാ. മോൾക്ക് എഴുതിയൊരു കത്തുണ്ട് ജയിലിൽ നിന്ന്. ആ കത്തിൽ വരെ ഹബീബ നബിയെ കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു എഴുതി. അദ്ദേഹം സന്ദേഹവാദിയാണ്. അല്ല ഉണ്ടോ ഇല്ലേ, അല്ല ഉണ്ടോ ഇല്ലേ, ഇങ്ങനെ പലപ്പോഴും ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ സംശയാലുമാണ്. എന്നിട്ട് തൻ്റെ മകൾക്ക് അയച്ച കത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിന് മലയാളമുണ്ട്, അതിന് പല ഭാഷയുണ്ട്. അതിലെഴുതിയത് മുഹമ്മദ് നബി മഹാനാണെന്നാണ്. ഇത് പറയപ്പോ നമ്മൾ വേണം ഈ മക്കാമ മനസ്സിലാക്കണം. അതാണ് ഒരു സ്ഥലത്തെത്തിയോ പിന്നോട്ടടിച്ചു. എന്താ രംഗം? ഉപരിലോകത്ത് ഏറ്റവും സമുന്നതമായ സ്ഥാനത്തെത്തി. എന്നിട്ട് പിന്നെ വളരെ അപകടാവസ്ഥയിലേക്ക് കാല് വെക്കുന്ന സമയത്ത് ഗൈഡ് പറയാണ്, എന്നെ നിങ്ങൾ വയ്ക്കോളി, ഞാൻ ഇല്ല എന്ന് പറയാനുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പൊ തിരിഞ്ഞു ചോദിച്ചു, ഈ സ്ഥലത്ത് വെച്ചിട്ട് എന്നെ പിരിയുകയാണോ ജിബ്രീലേ? പൂതി ഉണ്ടായിട്ടല്ലല്ലോ, എന്നെ പിരിയുകയാണോ? دني تقدم يا حبيبي لا تخاف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. അബിശ്ർ, നീ നിങ്ങൾ എന്നെ ഒഴിവാക്കിനി, ഇനി ഒരു നിവൃത്തില്ല, എന്നെ ഒഴിവാക്കാളി. തഖദ്ദം, തഖദ്ദം, മുന്നോട്ട് പോയി. യാ ഹബീബി, ദാ വിളി, എന്റെ ഹബീബെ എന്നെ ഒഴിവാക്കിട്ട് പോയിക്കോളി, ഒരു നിവൃത്തില്ല. അബ്ശിർ തുനാജി റബ്ബക, നിങ്ങൾ റബ്ബിനോട് പോയിട്ട് സംസാരിച്ചോളി, ഞാനാണ്ടില്ല, കാരണം എന്റെ അഡ്രസ് ഉണ്ടാവില്ല. എന്റെ തീർന്ന് എന്റെ ഇവിടെയാണ്, എന്റെ ഇവിടെയാണ്, തീർന്നു, ഇനി അവിടേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ആ ബഹറിന്നൂറിന്റെ മുകളിൽ രോമത്തിന് പോറലേൽക്കാതെ പതറാതെ പാഞ്ഞ മുഹമ്മദ് മുസ്തഫ നൂറുന്നല നൂർ. അവിടുന്നാണ് പോകാൻ ഒരു പ്രകാശമൊന്നും പോരാ. ഒരു പ്രകാശമുള്ള ആളാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ് മുഹമ്മദ് മുസ്തഫ, ഒരു സംശയം വേണ്ട. ഇനി ഞാൻ പറയില്ലേ, ഞാൻ മനസ്സിലാക്കിയ വീക്ഷണ പ്രകാരമാണ് ഇനിയുള്ള കാര്യങ്ങൾ പറയണത്. അള്ളാഹുവിനെ കണ്ടു. അപ്പൊ പിന്നെ അവിടെ കുറെ സംശയങ്ങൾ വരും. ലാ യുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ എന്നൊക്കെ ഖുർആനിലില്ലേ എന്ന്. ഖുർആനിൽ അങ്ങനെ പലതുണ്ട്. ഞാനൊരായത്തിന് അർത്ഥം വെച്ചുതരാം. വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. ഇത് ഖുർആനാണ്. ഇതതിനർത്ഥം വെക്കുക, വല്ലാഹു, അല്ലാഹു അഖ്റജക്കും, നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു, മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. എങ്ങനെ? ലാ തഅലമൂന ശൈഅ. മലപ്പുറം ജില്ലയിലെ നാടൻ ഭാഷയിൽ അർത്ഥം വെച്ച അങ്ങക്ക് ഒരു ചുക്കും ആ സമയത്ത് അറിയില്ല എന്ന്. അതിനർത്ഥം എന്താ? ഗർഭത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒരു വസ്തു അറിയാതെയാണ് വന്നതെന്ന് അല്ലേ? ഇന്ന് ഗർഭത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഈസാ നബി അലൈഹി സ്വലാം സമയത്ത് സംസാരിച്ചില്ലേ? അപ്പൊ അവരതിൽ പെട്ടില്ല എന്ന് ഉറപ്പായില്ലേ? മൂസാ നബി ഗർഭത്തിനുള്ളിൽ നിന്ന് വന്ന സമയത്തല്ലേ ഉമ്മാന്റെ അല്ലാത്തവരൊന്നും പാല് കുടിച്ചില്ലല്ലോ. കാരണം ഹറംന അലൈഹിൽ മറാലിയ, അള്ള പണിയെടുത്തു. അപ്പൊ അതിന്റെ ഉമ്മല്ലേ എന്ന് ആ കുട്ടിക്ക് മനസ്സിലായി, ഉമ്മാന്റെ പാല് മാത്രമേ കുടിച്ചോളൂ, അതും ഗർഭത്തിൽ നിന്ന് വന്നതല്ലേ. അപ്പൊ ലാ തഅലമൂന ശൈഅ എന്നുള്ളതിൽ മൂസാ നബി പോടൂല.
എങ്കിൽ ഇത് ഹബീബാ നബിക്ക് അർത്ഥത്തിൽ ബാധകമല്ല. കാരണം ഇത് ആളുകൾ വേറെയാണ്. അത് പൊതുവായിട്ടുള്ളൊരു വിഷയമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇന്ന് അള്ളാനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ നമ്മൾ നാവ് പോങ്ങോ? ഏയ് അവര് നരകത്തിലാന്ന് നമ്മൾ പറയുമോ? ഏയ് ഒന്നുമില്ല. ആവശ്യമില്ലാതെ ഉമ്മത്തപ്പെട്ട ആൾക്കാരെ നരകത്തിൽ കുറച്ച് കുത്തി നിറച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഒന്നുമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അള്ളാനെ കണ്ടു. എന്റെ സ്വാതന്ത്ര്യമാണ്. കണ്ടു എന്ന് മാത്രമല്ല, ആ സമയത്ത് മുസ്തഫ നബി പറഞ്ഞതാണ്, തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. വർണ്ണനീയമായ അവാച്യമായ അനുഭൂതിദായകമായ അവസ്ഥയാണ്. വർണ്ണിക്കാനോ ഭാവിക്കാനോ സ്പേസ് ഇല്ലാത്ത വിധം അത്ഭുതകരമായ അനുഭൂതിയിൽ ആറാടുന്ന ആരംഭപ്പൂവായ അനുഗ്രഹത്തിന്റെ ആരാമമായ അഷ്റഫുൽ ഖൽഖി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. മനസ്സാ വാച കർമ്മണയുള്ള സുഹൃതമാണ് ആ സമർപ്പിക്കുന്നത്. അത്തഹിയ്യാത്ത്, അതിനെ കുറിച്ച് 3 വിശേഷണം പറഞ്ഞു. അൽ മുബാറകാത്ത്, അതിന്റെ അർത്ഥം എന്റെ നാവ് കൊണ്ട് ഞാൻ പറയുന്ന എല്ലാ ഉത്കൃഷ്ട വാക്കുകളും. അൽ മുബാറകാത്തു അസ്സലവാത്ത്, എന്റെ കൈകാലുകളെ കൊണ്ട് ഞാൻ എടുക്കുന്ന എല്ലാ നല്ല അമലുകളും. എന്റെ മനസ്സിൽ അങ്കുരിക്കുന്ന നല്ല എല്ലാ ചിന്തകളും ലില്ലാഹ്, അല്ലാഹ്ക്ക് മാത്രമാണ്. നമ്മൾ മലയാളത്തിൽ അതിനർത്ഥം വെക്കും മനസ്സാ വാച കർമ്മ. അതാണ് ആ 3 രീതിയിലാണ്. ഇതൊക്കെ കൂടി നമ്മൾ ഒന്നായിട്ടാണ് ചാമ്പല. ഇത് 3 എന്റെ മനസ്സും വാചകങ്ങളും എന്റെ ഹൃദയവും എന്റെ ശരീരവും എല്ലാം ലില്ലാഹ്, അല്ലാഹ്ക്ക് അവകാശപ്പെട്ടതും അല്ലാഹ്ക്ക് സമർപ്പിക്കുന്നതുമാണ്. ഇതാണ് പറഞ്ഞപ്പോ അല്ലാഹു തആല തിരിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ സംഗതി കഴിഞ്ഞല്ലോ. അള്ളാഹുവിനെ കണ്ടപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാനുള്ള എല്ലാ സമർപ്പണവും നടത്തി കഴിഞ്ഞു. ഹബീബാ നബിക്ക് അല്ലാഹു തആല തിരിച്ച് ഇങ്ങോട്ടും കൊടുത്തു, നീ താഴെ ഇറങ്ങിയെന്നാ പറയും. പക്ഷെ ഇറങ്ങിയില്ല. ആ സമയത്ത് ഖാബ ഖൗസൈനിൽ അല്ലാഹുവിന്റെ ലിഖായിൽ പ്രോജ്വലിക്കുന്ന മുഹമ്മദ് മുസ്തഫ ഭൂവാസികളായ ഉമ്മത്തിനെ ഓർത്തു ചേർത്തി പിടിച്ചുകൊണ്ടൊരു പ്രഖ്യാപനം നടത്തി, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഈ ഹബീബിനെ മറന്നാൽ ഇനി തലച്ചോറേറ്റ് മനുഷ്യനെ പേര് വിളിക്കപ്പെട്ട് നടന്നിട്ട് കാര്യമില്ല. തറ വലിയൊരു നേതാവ്. ഒരു മനുഷ്യൻ ഏതൊരാളെയും മറന്നു പോകുന്ന 2 സമയമാണ്. വേജാറിന്റെ ഊക്കിലും മറക്കും, സ്നേഹത്തിന്റെ ആധിക്യത്തിലും മറക്കും. എങ്ങനെയാലും മറക്കും. ബേജാറും കണ്ട് കൂടിയാലും ഇഷ്ടപ്പെട്ടവരെ മറക്കും. സ്നേഹവും സന്തോഷവും വർദ്ധിച്ചാലും ഇഷ്ടപ്പെട്ടവരെ മറക്കും. നമ്മൾ തന്നെ പറയില്ലേ, ഞാൻ ആ ഷോയില് പെട്ടിട്ട് എന്നെ മറന്നാണെന്ന് പറയില്ലേ. ഇത് ഏതാ ഷോയില്? ഖാലിക്കായ റബ്ബിനോട് സംസാരിക്കുന്ന ആലിക്കായിൽ ആറാടുന്ന ഷോയില്. പക്ഷെ അപ്പോൾ ഭൂമിയിലുള്ള ഉമ്മത്തിനെ മറക്കാതെ ചേർത്തിപ്പിടിച്ച് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പടച്ചവന്റെ മുമ്പിൽ മുദ്രാവാക്യം വിളിച്ചു, മുഹമ്മദുർ റസൂലുള്ളാഹ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പടച്ചവനെ, എൻ്റെ രക്ഷ എനിക്ക് മാത്രം പോരാ, എൻ്റെ ഉമ്മത്തിന് മൊത്തം വേണം പടച്ചവനെ എന്ന് അവിടെ വെച്ച് പറഞ്ഞില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ജിബ്രീൽ അലൈഹി ഇസ്ലാം പുറത്തുനിന്ന് കേൾക്കുകയാണ്, കൂടെ ജിബ്രീൽ ഇസ്ലാം ഇല്ല. എന്നാലും കേൾക്കാനുള്ള സംവിധാനം അല്ലാഹ് ഒരുക്കി കൊടുത്തിരുന്നു. അങ്ങനെ ഉണ്ടാവുമല്ലോ. നമുക്ക് ഇതൊന്നും ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. 2 ആള് തമ്മിൽ അമേരിക്കയിൽ ഫോൺ ചെയ്യുന്ന നമ്മൾ ഇവിടുന്ന് കേൾക്കണില്ലേ? ചോർത്തി കേട്ടൂടെ ഇല്ലേ? അതിന് സംവിധാനം ഇല്ലേ? നമുക്കത് വിശ്വസിക്കാം. സ്വഹാബാക്കൾ എങ്ങനെയാ അത് വിശ്വസിച്ചത്? അന്ന് ഈ സംവിധാനം ഇല്ലല്ലോ. പക്ഷെ അവര് സംവിധാനമല്ല നോക്കണത്. അവര് നോക്കണത് ഈ ആളെന്താ പറയണെന്നാണ്. ഈ ആളെന്താ പറയണെന്നാണ്. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഒരു സ്വഭാവമുണ്ട്. മുത്തനബിന്റെ അങ്ങനെ കൂടിയിട്ട് ഹബീബാ നബി പറഞ്ഞത് മുഴുവനോണ്ട് എഴുതി വെക്കും. അപ്പൊ ഒരിക്കൽ ചില ആളുകൾ പറഞ്ഞു, എന്താ അബ്ദുല്ലാ ഈ കാട്ടുന്നത്? അവര് മനുഷ്യനല്ലേ, ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് സംസാരിക്കും, ചിലപ്പോൾ സ്നേഹിച്ചിട്ട് സംസാരിക്കും, ഒക്കെ കൂടെ എഴുതിച്ചിട്ട് പ്രമാണാക്കുക. അതൊരു മനുഷ്യനല്ലേ.
എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോ എഴുതാൻ പറ്റാത്തത് ഉണ്ടാവൂലേ എന്നാണ് ഇപ്പൊ ഈ ചോദിക്കണതിനർത്ഥം. അപ്പൊ അവര് എഴുത്ത് നിർത്തിയെന്നാണ്. എന്നാ അങ്ങനെ വേണ്ട, ഇത് അള്ളാഹ് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഹബീബ് എന്തെങ്കിലും പറയുമ്പോ അത് എഴുതിയാൽ മതി. മറ്റുള്ളൊന്നും എല്ലാം കൂടെ എഴുതിയിട്ട് പ്രമാണാക്കണ്ട, കാരണം അതൊരു മനുഷ്യനാണ്. അപ്പൊ സംസാരത്തിൽ ദേഷ്യം വന്നാൽ അത് പറയുന്ന വാക്കിൽ സ്വാധീനം ചെലുത്തും. അത് നമ്മൾ എഴുതിയാൽ ചിലപ്പോ നമുക്ക് പഠിക്കാനുള്ളതോ പകർത്താനുള്ളതോ ആവൂല എന്ന് കരുതിയിട്ട് അവര് നിർത്തി. പക്ഷെ അവർക്ക് നിർത്തിയിട്ടൊരു നിപ്പ് കിട്ടണില്ല മനസ്സിന്. അങ്ങനെ ഉണ്ടല്ലോ, സംഗതി പണി നിർത്തിയാലും മനസ്സിന് നിപ്പ് കിട്ടുന്നില്ല. അവര് നേരെ പോയിട്ട് വിഷയം ഹബീബ നബിയിൽ അവതരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, ഈ പാവപ്പെട്ട എന്റെ ശരീരം ആരുടെ കസ്റ്റഡിയിലാണോ അവൻ തന്നെ നേര്. മാ ഖറജ മിന്നി ഇല്ലൽ ഹഖ്, എന്റെ വായിൽ നിന്ന് സത്യമല്ലാത്തത് പുറത്തു വരൂല മുഹമ്മദ് മുസ്തഫ. കൊണ്ട് എഴുതിക്കോ, എഴുത്ത് നിർത്തണ്ട. ഞാൻ ദേഷ്യം പിടിച്ച് പറഞ്ഞാലും സ്നേഹിച്ച് പറഞ്ഞാലും എന്റെ വായിൽ നിന്ന് നീതിയും സത്യവുമല്ലാതെ പുറത്തു വരൂല. ഇതാണ് ആള് മുഹമ്മദ് മുസ്തഫ. അപ്പോ ഇവര് തമ്മിലുള്ള സംസാരം ദൂരെയാണെങ്കിൽ ജിബീൽ ഇസ്ലാം കേട്ടു. ഏത് അത്തയ്യാത്ത് അങ്ങോട്ട് കൊടുക്കണതും സലാം ഇങ്ങോട്ട് തരുന്നതും. അപ്പൊ ജിബ്രീൽ ദൂരെ എന്നാണ്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണ് നമ്മൾ അത്തയ്യാത്തിലുള്ളത്. അങ്ങനൊക്കെ ആവുമ്പോ എന്തായി? എങ്ങനെ നിസ്കാരം മിഅ്റാജ് ആവുക? മഹാന്മാരെ ആരിഫ്യങ്ങൾ പറയണത്, നമ്മൾ തക്ബീർ കെട്ടിയിട്ട് അങ്ങോട്ട് കയറുകയാണെങ്കിൽ ഫാത്തിഹയിലെ 7 ആയത്തുകൾ 7 ആകാശങ്ങളാണ്, അതിലേക്കുള്ള സൂചനയാണ്. മുത്തുനബി കയറിയ പോലെ ഹദീസാണല്ലോ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, 7 ആകാശങ്ങൾ കയറി. പിന്നെ നമ്മൾ റുക്കൂക്ക് പോവാം. റുക്കൂ സുജൂദ്, റുക്കൂന്ന് നേരാണ് സുജൂദ് പോയാ പോരെ. എന്നാൽ റുക്കൂന്ന് പിന്നെ സുജൂദ് കാണ്ട് പോയാൽ വരെ പിന്നെ ഇങ്ങോട്ടൊന്ന് വരാൻ നിൽക്കണം. റുക്കൂന്ന് നേരെ സുജൂദ് പോകുമ്പോ മനുഷ്യന്റെ ശ്രദ്ധ മോന്തത്തി വീഴുമെന്നുള്ളടത്തേക്കാവും, ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പൊ ശ്രദ്ധ ഇതിലേക്ക് മാത്രം വരണമെങ്കിൽ ഒന്നിങ്ങോട്ട് സ്റ്റഡി ചെയ്യണം, എന്നിട്ട് പോകണം. അത്രയും നിസ്കാരത്തിൽ ശ്രദ്ധ വേണം. അതാണ് ഒരു സുജൂദ് ഉടനെ മറ്റേ സുജൂദല്ല, ഒരു ഇടയിൽ ഒരു ചെറിയ തുമാനീനത്തില്ലേ. നമ്മൾ അങ്ങനെയല്ല, കുട്ടികളെ ചുംബിക്കുമ്പോ ഒന്ന് ചുംബിക്കും, ചുംബിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി, അല്ലാതെ ഇങ്ങനെ ആക്കൂലല്ലോ. അപ്പൊ ഒന്നും ഉണ്ടാക്കിയിട്ട് പിന്നെ ഒന്നും കൂടി. എന്താണ് അതിന്റെ ആത്മീയ റാഹത്തോ രസോ ആസ്വാദനം കാര്യങ്ങള്? ഒക്കെ കഴിഞ്ഞിട്ട് അള്ളാഹ് നബിയിൽ ചമ്രം പടിഞ്ഞു ഒറ്റ ഇരുത്താണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ലിഖായിൽ ആറാടിയ ആ അനുഭവത്തെയാണ് ഓർക്കുന്നത്. എന്നിട്ട് റസൂല് പറഞ്ഞ പോലെ പറയാണ്, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അർത്ഥമറിഞ്ഞുകൊണ്ട് ചരിത്രമറിഞ്ഞുകൊണ്ട് ആശയങ്ങളിലൂടെ ഉളാങ്കൂളിയിട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നൊരു വിശ്വാസിയെ പേടിച്ചെടുത്തോളം സ്വാഭാവികമായി അപ്പോൾ മനസ്സിലേക്ക് കയറി വരുന്നതാ ഈ വാക്ക്. ആദ്യമായിട്ട് ആരാണ് പറഞ്ഞത്, എവിടെ നിന്നാണ് പറഞ്ഞത്? ഉടനെ തന്നെ കൽബിലേക്ക് വരികയായി, മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഗസാലി ഇമാം പറഞ്ഞത്, അഹ്ലുർ നബിയക്കൽ കരീം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോൾ നമ്മൾ നരകത്തെ കുറിച്ചുകൊണ്ട് ആയത്ത് നിസ്കാരത്തിൽ ഓതുന്ന സമയത്ത് മക്കയിലെ ഇമാമ കരയുന്നത് കേട്ടിട്ടില്ലേ? അത് നരകം ഓർത്തത് കൊണ്ട് തന്നെയല്ലേ, ഭാവന ചെയ്തത് കൊണ്ട് തന്നെയല്ലേ എന്നതുപോലെ റസൂലുള്ളാഹിനെ പറയുന്ന സമയത്ത് സ്വാഭാവികമായി കൽബിലേക്ക് കയറി വരുന്നതാ അള്ളാന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. ഇതിങ്ങനെ അത്തയ്യാത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പോ ഹൃദയം പടക്കും. അപ്പോ ഷഹാദത്താണ് ഇനി ചെല്ലാനുള്ളത്. അതിന് കാരണം എന്താ വെച്ചാല് ഇതിങ്ങനെ ചെല്ലുമ്പോ അവസാനം നമുക്കൊരു ബോധം, ഇതൊക്കെ നമുക്കങ്ങനെ ചൊല്ലാനും ചെയ്യാനും എന്താണ് കാരണം? നമ്മൾ ഷഹാദത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പോൾ അതെന്നവിടെ പറഞ്ഞു കൊടുക്കും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ ഇതിന്റെ ആളായതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ നിസ്കരിക്കാൻ പറ്റണേ, അല്ലെങ്കിൽ ബിംബത്തിന്റെ മുമ്പ് പോയിട്ട് നമ്മൾ കൊടയേണ്ടി വരൂലേ? ഏതോ ഒരു ലക്ഷ്മിന്റെ മകനായി രാമന്റെ മോനായി ഒരു ഹിന്ദു ഹൈന്ദവ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നമ്മൾ അമ്പലത്തേക്കാ പോവാ, അത്തയ്യാത്തിന് വരൂല.
ഈ ഒരു സൗഭാഗ്യമൊക്കെ എനിക്ക് കിട്ടിയത് ഞാൻ ഷഹാദത്തിന്റെ ആളായത് കൊണ്ടാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ ആവുമ്പോ ആ ഹബീബിനൊരു പൂച്ചണ്ട് നിസ്കാരത്തിലും കൊടുക്കണ്ടേ? അതാണ് ഞാൻ അടുത്തേ വരുന്നത്. അസ്സലാമു അലൈക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇബ്രാഹിമിയ സ്വലാത്ത്. കാരണം എന്താ? മുസ്തഫ നബിയെ ഉലകത്തിലേക്ക് ദ്വാരന്നുകൊണ്ട് ക്ഷണിച്ചു വരുത്തിയത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി വരുന്നിട്ടല്ലേ മക്കയിലേക്ക് ഹബീബ നബി വന്നത്. അപ്പൊ ആ ഇബ്രാഹിം നബിയെയും ചേർത്തി പിടിച്ചുകൊണ്ടുള്ള സലാത്താണ് അത്തയ്യാത്തിലെ സലാത്ത്. അല്ലാഹുമ്മ സല്ലി അലാ ഇബ്രാഹിമിയ സലാത്ത് ഞാൻ ചൊല്ലുന്നില്ല. ആ ഇബ്രാഹിമിയ സലാത്തിൽ പിന്നെ അള്ളഹാനോടൊരു സംബോധനം, ഇന്നക ഹമീദും മജീദ്. എന്തിനാ? സംഗതിയിൽ അള്ളഹാനെ ഓർത്ത് സംഗതി നിസ്കാരം ഇങ്ങനെ അവസാന ആ സമയത്ത് ഇവിടെ ചില സൃഷ്ടികളെയും അറിയാതെ ഓർത്തുപോയി. അത് അങ്ങനെ അർത്ഥം വെക്കുമ്പോൾ ഓർക്കുമല്ലോ. ഇബ്രാഹിം നബി ഒന്നു, മുസ്തഫ നബി ഒന്നു. മുസ്തഫ നബിക്ക് നേരെ സംബോധനം ചെയ്തു, അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹിൽ നിന്ന് ശ്രദ്ധ തെറ്റിയോന്ന് തോന്നണ്ട. അതിന് അള്ളാഹ്ക്ക് ഒരു പ്രഖ്യാപനം, അള്ളഹാനോട് നേരെ സംസാരം. ലാസ്റ്റ് ഇല്ല, നിന്നെ നമ്മൾ വിടൂല, ഇതിന്റെ ഒക്കെ ആത്യന്തിക കാരണക്കാരൻ നീയാണ്. ഇന്നക ഹമീദും മജീദ്. ഞങ്ങൾ ആരെ സ്തുതിച്ചാലും ആത്യന്തികമായി ഇന്നക്കാനിക്ഷ നീയാണ് ഹമീദുൻ, സ്തുതിക്കപ്പെടുന്നവൻ നീയാണ്. മുത്തുനബിയെ സ്തുതിച്ചാലും ഇബ്രാഹിം നബിയെ പ്രശംസിച്ചാലും ആരെ പ്രശംസിച്ചാലും പ്രകീർത്തിച്ചാലും പ്രകീർത്തനത്തിന്റെ പ്രശംസയുടെ സ്തുതികീർത്തനങ്ങളുടെ അടിസ്ഥാനം ആത്യന്തികമായ ശക്തി ഈ വ്യക്തികളല്ല, ലോക സൃഷ്ടാവായ ശക്തിയായ ഗനിയായ മജീദായ അലീമായ ഹലീമായ ഗഫൂറായ ഹയ്യായ ഖയ്യൂമായ നീയാണ് റബ്ബേ ഹമീദിനിയ. ഇനി പിന്നെ അള്ളഹാനോട് പറയാനുള്ളത് മനസ്സറിഞ്ഞിട്ട് പിന്നെയും പറയണേ ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് നിസ്കാരം തീർക്കുമ്പോ ഈ രീതിയിലൂടെ നിസ്കാരാണ്ട് പോയാൽ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. ആ മുഅ്മിൻ ആ മനുഷ്യന്റെ മിഅ്റാജ് തന്നെ ആയിരിക്കും. നാളെ മുതൽ അങ്ങനെ നിസ്കരിച്ചു നോക്കി. കൈ കെട്ടണം അവിടെ ഔദൂന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഔദൂന്റെ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ കൊണ്ടുവരണം. നമ്മളത് ഇങ്ങനെ ഔദും കിടക്കാണ്ട് കൈയിടുക, എന്നിട്ട് കാക്കക്കുളി പോലെ ഒരു കുളി വിളിക്കുക, എന്നിട്ട് വന്നിട്ട് കോട്ടുമായിട്ടാണ് തെക്ബീറല്ല, എന്നിട്ട് ഉറങ്ങി തൂങ്ങിയിട്ട് അത്തയ്യാത്തിലിരിക്കുക, എന്നിട്ട് ഉറങ്ങിയിട്ട് ഇടത്ത് നോക്കണേ സലാം ഒന്നാക്കി മനസ്സിലായി, വലത്ത് നോക്കണ ഒന്നും ഇടത്ത് ഇങ്ങനെ ഏതായാലും ഉറങ്ങിക്കണം. അപ്പൊ ഉറക്കത്തിനിടയിൽ കൂടി ആരാ വലത്ത് നോക്കുക, അത് സലാമാക്കുക, ഏതായാലും ഇങ്ങനെ തിരിഞ്ഞില്ലേ ഇനി സലാമും കൂടി പാസ്സാക്കുക, അങ്ങനെ ആയിട്ട് കാര്യമില്ലേ. ഇതിന്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചിട്ട് ഈ രൂപത്തിൽ പൂർത്തീകരിച്ചാണ്ടല്ലോ നിസ്കാരം ഏറ്റവും വലിയ ആനന്ദമായിട്ട് മാറും. നിസ്കാരം ആസ്വാദനാണ്, അനുഷ്ഠാനം മാത്രമല്ല, ആസ്വാദനാണ്. ഹബീബ നബിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം നിസ്കാരമാണ്. സ്വഹാബാക്കളിൽ പലരും അങ്ങനെ. ഹുബൈബ് റളിയല്ലാഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് തനീമ കൊണ്ടുപോയിട്ട് തൂക്കുമരത്തിന്റെ അടിയിൽ വെക്കുമ്പോ അന്ത്യാഭിലാഷം ചോദിച്ചു. ലാസ്റ്റ് മോഹം എന്താന്ന് വെച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ആളുകൾ പറയാറുണ്ടല്ലോ, പെണ്ണുങ്ങളെ കാണാനും ഉമ്മാനോട് സംസാരിക്കണം, മോളെ കിട്ടണം എന്നൊക്കെ അല്ലേ പറയാ. ഹുബൈബ് റളിയല്ലാഹുവിനും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട്. പറഞ്ഞ അതല്ല, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. 2 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം കിട്ടി കഴുമരത്തിലേക്ക് കൊണ്ട് വന്ന ആൺകുട്ടിയായിട്ട് എനിക്ക് നിസ്കരിച്ചിട്ട് പൂതി വന്നിട്ടില്ല. പക്ഷെ ഞാൻ 3ാമത്തെ റക്അത്ത് മുതൽ നിസ്കാരം തുടങ്ങിയ നിങ്ങൾ പറയും ഹുബൈബിന് മരിക്കാൻ പേടിയാണ്. എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. അല്ലാ, എന്താണ് ആ പോക്കൊക്കെ. ഈ രംഗം കണ്ടിട്ട് പിന്നീട് ഇസ്ലാമൊക്കെ വന്ന ആളുകളുണ്ട്. ഈ രംഗം കണ്ടിട്ട് അതിനുണ്ട്.